പാണക്കാട് സാധാത്തുക്കൾ ആരും അതുമായി ബന്ധപ്പെട്ട് പോസ്റ്ററുകൾ ഇറക്കിയിട്ടില്ലായിരുന്നു. അവരുമായി അത് ബന്ധപ്പെട്ട് നമ്മുടെ ഉസ്താദുമാർ സംസാരിച്ചിട്ടില്ല. പക്ഷേ ഇതിൽ ഫിത്ന ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാള് ഈ തഹിയ ഫണ്ട് വിജയിപ്പിക്കാൻ സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ ആഹ്വാനം ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റർ ഉണ്ടാക്കി. നമ്മളെ സംഘടനപ്പെട്ട ആൾക്കാരല്ല, ഇതുമായി ബന്ധപ്പെട്ട ആരുമല്ല. ഫിത്ന ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാൾ അങ്ങനെ പോസ്റ്റർ ഉണ്ടാക്കി. എന്നിട്ട് ഇയാൾ ഈ പോസ്റ്റർ കൊണ്ട് പാണക്കാട്ട് കൊണ്ടുവരും. താങ്കൾ അങ്ങനെ ആഹ്വാനം നടത്തിയിട്ടുണ്ടോ? ഇല്ല, ഞാനിങ്ങനെ ആഹ്വാനം നടത്തിയിട്ടില്ല. നിങ്ങളെ പേരിലില്ലാത്ത പ്രചരിപ്പിക്കാനുണ്ടെങ്കിൽ നിങ്ങളെ പേരിലില്ലാത്ത പ്രചരിപ്പിക്കുന്ന കണ്ടില്ലേ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും തങ്ങൾക്ക് നമ്മുടെ നേതൃത്വത്തോട് ദേഷ്യം വരും. എന്താണ് എന്നോട് സംസാരിച്ചിട്ട് മതിയായിരുന്നല്ലോ, എന്റെ ആഹ്വാനം കൊടുക്കും എന്നോട് ചോദിക്കണ്ടേ? ഭാഗ്യവശാൽ ഈ ഫിത്ന അവിടെ നടക്കുന്ന സമയത്ത് നമ്മൾ ഉത്തരവാദിത്തപ്പെട്ട പൈസ സാധിക്കുന്ന നേതൃത്വം അയാൾ അന്താളത്തിൽ എത്തിച്ചുകൊണ്ട് തങ്ങൾ ആ കുട്ടിയിൽ വീണില്ല. അപ്പൊ നോക്കുന്ന സമയത്ത് എന്താണ്, തങ്ങൾ പറയാത്ത കാര്യം തങ്ങൾ പറഞ്ഞു എന്ന് ഒരു പോസ്റ്റർ ഉണ്ടാക്കിയിട്ട് തങ്ങളെടുത്ത് കൊണ്ടുപോയി കൊടുക്കുക. അപ്പൊ അതിന്റെ പേരിൽ തങ്ങൾക്ക് ഉസ്താദുമായിട്ട് വിരോധം ഉണ്ടാകും, പ്രശ്നം ഉണ്ടാകും. അത് എന്നോട് ചോദിക്കാതെ ചെയ്ത് ശരിയായില്ല, അതൊരു മാനസിക പ്രശ്നം ഉണ്ടാവുമല്ലോ. ഇത് തിരുത്താൻ ഒരാൾ പോയിട്ടില്ല എന്നിട്ട് ജീവിതകാലം മുഴുവൻ തങ്ങളെ വിശ്വസിക്കല്ലേ ചെയ്യാം. ഇങ്ങനെ ഒരു പോസ്റ്ററിന്റെ കാര്യമാണ് നമ്മൾ കണ്ടത്. ഇങ്ങനെ എത്ര പോസ്റ്ററുകൾ ഉണ്ടാവാം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം, നമ്മുടെ മഹാന്മാരായ നേതാക്കളോ പണ്ഡിതന്മാരോ മനസ്സിൽ പോലും ഊഹിക്കാത്ത കാര്യങ്ങൾ അവരുടെ പേരിൽ വെച്ചുകെട്ടി, അവരെ പേരിൽ എഴുതി, അവരെ പേരിൽ പോസ്റ്റർ ഇറക്കി, അവരെ പേരിൽ വീഡിയോ ഇറക്കി, ഇങ്ങനെ തമ്മിലടിപ്പിക്കാൻ ശ്രമങ്ങൾ ഇതിന്റെ ഇടയിൽ ഒരു മൂന്നാം കക്ഷി ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എന്ത് സോഷ്യൽ മീഡിയയിൽ വന്നാലും അത് കിട്ടുമ്പോഴേക്ക് ഷെയർ ചെയ്യുന്ന, മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്ന, മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുന്ന സ്വഭാവം നമ്മൾ അവസാനിപ്പിക്കണം. ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ, കാരണം നമ്മുടെ അത്തരം ഇടപെടൽ കാരണം നമ്മുടെ സംഘടനാ രംഗത്തോ സമുദായത്തിന്റെ സമാധാനത്തിനോ ഐക്യത്തിനോ ഒരു ഭീഷണി ഉണ്ടാകാൻ പാടില്ല. ആ രീതിയിൽ 100ാം വാർഷികവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് അതൊക്കെ ഏറ്റെടുക്കാനും വിജയിപ്പിക്കാനൊക്കെ നമുക്ക് സാധിക്കണം. നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ഈ 100ാം വാർഷിക മഹാസമ്മേളനത്തെ പോലെ തന്നെ വിപുലമായ ഒരു സംഗതിയാണ് കന്യാകുമാരിയിൽ നിന്ന് മംഗലാപുരം വരെ വരുന്ന നമ്മുടെ സമസ്തയുടെ അധ്യക്ഷൻ നടത്തുന്ന ആ യാത്ര. ഒരു ജില്ലയിൽ ഒരു പോയിന്റ് മാത്രമാണുള്ളത്. മലപ്പുറത്ത് ഈസ്റ്റും വെസ്റ്റും കമ്മിറ്റി ഉള്ളത് കൊണ്ട് ഇവിടെ 2 പോയിന്റുകളുണ്ട്. മലപ്പുറത്താണ് നമ്മുടെ സ്വീകരണ കേന്ദ്രം. ഒരു ജില്ലാ സമ്മേളനത്തിന്റെ പ്രതീതി ഉണ്ടാക്കുന്ന ഒരു മഹാസമ്മേളനമായി അത് മാറണം. അതുമായി ബന്ധപ്പെട്ട പ്രചാരണങ്ങളും മറ്റൊക്കെ നമുക്ക് നടത്തണം. ഇൻഷാ അല്ലാഹ് നമ്മുടെ പഞ്ചായത്തിലെ എല്ലാ മഹല്ലിലും എല്ലാ മദ്രസാ പരിധികളിലും സമസ്തയുടെ 100ാം വാർഷികവുമായി ബന്ധപ്പെട്ടുള്ള സന്ദേശങ്ങൾ മുഴുവൻ മുസ്ലിം വീടുകളിൽ എത്തുന്ന രീതിയിൽ, സഹോദര സമുദായങ്ങൾക്ക് സമസ്തയെ മനസ്സിലാക്കി കൊടുക്കുന്ന രീതിയിലുള്ള പ്രചാരണ പരിപാടികൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ആവിഷ്കരിക്കണം. നമ്മളത് വിജയിപ്പിക്കണം. നിങ്ങളൊക്കെ ആത്മാർത്ഥമായി അതിനോട് സഹകരിക്കണം എന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഈ സദസ്സിനെ അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയിലൊക്കെ ഇതിനെ കൂടി ഉൾപ്പെടുത്തണമെന്ന് വസീയത്ത് ചെയ്തുകൊണ്ട്